ഇപ്പോൾ ഈ നമുക്കറിയാം കേരളത്തിൽ ഈ രാസലഹരിയും മറ്റ് കഞ്ചാവ് പോലുള്ള ലഹരികളുടെയൊക്കെ ഉപയോഗം കൂടുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴിതാ വീണ്ടും ഒരു കഞ്ചാവ് വേട്ട കൂടി നടന്നിരിക്കുന്നു. ഒഡീഷയിൽ നിന്ന് എത്തിച്ച് 21 കിലോ കഞ്ചാവുമായിട്ട് യുവാക്കൾ പിടിയിലായിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കഞ്ചാവ് വേട്ട അല്ലെങ്കിൽ ഇത്തരം രാസലഹരി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കടത്തുന്നത് അത് ഇല്ലാതാക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല എന്ന് പറയണം. അതെ 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 ഇപ്പം കഞ്ചാവും ഹെറോയിനും MDMA എല്ലാം അടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. മദ്യത്തിനും അനുകൂലമായ നയം സ്വീകരിക്കുന്നു. മാരക ലഹരി വസ്തുക്കൾക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനൊന്നും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴാണെങ്കിലും അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഇപ്പം ഹെറോയിനെ സംബന്ധിച്ച് 1 ഗ്രാമിന് 12,000 രൂപയിലധികം രൂപ വില വരുന്നുണ്ട്. അപ്പം മനുഷ്യന് പണമുണ്ടാക്കാനൊരു വഴിയായിട്ട് അവർ കാണുകയും അതിനെ തടസ്സം കൂടാതെ ഭരണ സംവിധാനങ്ങൾ അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുന്ന സംവിധാനം പോലെ എപ്പം കാണുന്നു. സത്യത്തിൽ എത്രയോ തവണ നമ്മൾ ചർച്ചയിൽ വന്നതാ. അപ്പോഴെല്ലാം നമ്മൾ കേൾക്കുന്ന തൃശ്ശൂർ പിടിക്കുന്നു, ബോംബെ പിടിക്കുന്നു, അല്ലെങ്കിൽ കൊച്ചിയിൽ പിടിക്കുന്നു. അവിടെ എല്ലാം ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ പിടിക്കപ്പെടുന്നുണ്ട്. ബൾക്കായിട്ടുള്ള കാര്യമോ അല്ല അതിന്റെ ഉറവിടം കണ്ടെത്താനൊന്നും നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഈ ഇടയിൽ വ്യാപിക്കുന്നത്. ഇതെല്ലാം പിടിക്കപ്പെടുന്നില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ മനുഷ്യനിലേക്ക് കടന്നു വരുന്ന മനുഷ്യന്റെ ശാരീരിക മാനസിക രോഗാവസ്ഥയിലേക്ക് മനുഷ്യൻ കിടക്കുന്നു, അക്രമികളാകുന്നു, അതുപോലെയുള്ള അപകടങ്ങൾ നടക്കുന്ന പോലത്തെ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ എവിടെയൊക്കെ ലഹരികള് പൊട്ടിമുളയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന്റെ വ്യാപാരം നടക്കുന്നുണ്ടോ അല്ലെ അതിന്റെ ഉപയോഗം നടക്കുന്നുണ്ടോ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റിന് യാതൊരു സംശയവും ഇല്ല. ഇപ്പോൾ ഇതാ ഗവൺമെന്റ് നമ്മുടെ മദ്യശാലകളുടെ സമയം ദീർഘിപ്പിച്ചു കൊടുത്തിരിക്കുക. എന്തുമായിട്ട് ബന്ധപ്പെട്ട ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയ വലിയ ആഘോഷങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ അന്ന് മദ്യനിരോധനം പ്രഖ്യാപിക്കുന്ന സർക്കാരാണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ കാലകാലങ്ങളടങ്കം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രാദേശിക ഉത്സവങ്ങളാണോ പെരുന്നാളാണെങ്കിലും അല്ലെങ്കിൽ ഉത്സവങ്ങളാണെങ്കിലും ആ പ്രാദേശിക ആഘോഷ ദിവസങ്ങൾ വരുമ്പോൾ ആ പ്രാദേശിക അടിസ്ഥാനത്തില് മദ്യനിരോധനം പ്രഖ്യാപിക്കുന്ന ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന സാഹചര്യം, ഏറ്റവും കൂടുതൽ മനുഷ്യൻ ന്യൂ ഇയർ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് പട്ടണത്തിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ അതുപോലെ സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന ദിവസം അന്ന് മദ്യപാനത്തോട് കൂട്ടിയെടുക്കുക, അങ്ങനെ സർക്കാരിന്റെ ദീപസ്തംഭം ആശ്ചര്യം നമുക്ക് കിട്ടണം പണം എന്നുള്ള ചിന്ത ഉണ്ടായിക്കൊണ്ട് ഇതിന് അനുകൂലമായി കൊടുത്തിരിക്കുക. അപ്പം മദ്യപിക്കാനുള്ള സമയം കൂട്ടിക്കൊടുക്കുന്നു, പുതിയ ഇനം മദ്യം ഇറക്കുന്നു, അതിന് പേരിടാൻ അതിന് ലോഗോയെ ചെയ്യാൻ വേണ്ടി അബ്കാരി നിയമ ലംഘനം നടത്തിക്കൊണ്ട് ബെവറേജ് കോർപ്പറേഷൻ തന്നെ അതിന്റെ നിയമം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് കിടക്കുകയല്ലേ. നമ്മൾ കുട്ടികൾക്ക് പോലും ഇപ്പം മദ്യത്തിന്റെ പേര് നിങ്ങൾ നിശ്ചയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനത്തിന്റെ മുമ്പിലേക്ക് കൊടുത്തിരിക്കുക. അപ്പൊ കുട്ടികളെ യുവാക്കളൊക്കെ അതിന്റെ ലോഗോയ്ക്കും അതിന്റെ പേര് നിശ്ചയിക്കാനും ഒക്കെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് കിടക്കുമ്പം അവർക്ക് സ്വാഭാവികമായിട്ടും മദ്യം അത്ര അപകടകരമായ കാര്യമല്ല എന്നൊരു ചിന്ത ഉണ്ടാക്കുക. ഇത് അബ്കാരി നിയമങ്ങളുടെ ലംഘനം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മൾ നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് സർക്കാരിന് ഈ സാധാരണ ജനത്തോട് വോട്ടർമാരുടെ യാതൊരു ഇതുമില്ല, യാതൊരു പരിഗണനയും ഇല്ലാത്തൊരവസരം ഉണ്ടായിരിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് മദ്യവർജനം പറഞ്ഞവർ, ലഹരി വർജനം പറഞ്ഞവര്, ആ ലഹരി വർജനത്തിനെതിരെ മദ്യവർജനത്തിന് കൊണ്ട് ഇവർ എന്ത് ചെയ്തു എന്നുള്ളത് ഈ 10 വർഷത്തേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യവർജനമോ ലഹരി വർജനമോ അല്ലെങ്കിൽ അല്ലാത്ത ഈ വർജനം എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം സ്വീകരിക്കുന്ന മാർഗമാണ്. നിരോധനത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സംവിധാനങ്ങളെ ഇനി അടുത്ത ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഈ രാജ്യം, ഈ നാട് അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു, മാനസിക രോഗിയുടെ ഹബ്ബായിക്കൊണ്ടിരിക്കുന്നു, ലഹരിയുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവർ പറയുന്നത് മദ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ ടൂറിസ്റ്റുകൾ വരാതിരിക്കുന്നതെന്ന്. ഞങ്ങൾ പറയും ടൂറിസ്റ്റുകൾ വരാതിരിക്കുന്നത് അതുകൊണ്ടല്ല. ടൂറിസ്റ്റുകൾ വരാതിരിക്കുന്നത് ഇവിടുത്തെ മദ്യപാനികളുടെയും ലഹരി ആസക്തരുടെയും മാരക രാസലഹരികൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും കയറിപ്പിടുത്തവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ നാട്ടിലേക്ക് ഈ പറയുന്ന ടൂറിസ്റ്റുകൾ എത്താതിരിക്കുന്നത്. അതിനെ മറ്റൊരു രീതിയിലേക്ക് പറയാം, മദ്യമില്ലാത്തതിന്റെ കൊണ്ടാണ് ഇവിടെ ടൂറിസ്റ്റുകൾ എത്താതിരിക്കുന്നതെന്നുള്ള
തെറ്റിദ്ധാരണ വരുത്തുക നമ്മുടെ സംവിധാനവും അതിനെ അനുകൂലിക്കുന്ന സംവിധാനങ്ങളും ഒക്കെ തന്നെ. നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഈ ആർക്കും ഉപയോഗിക്കാൻ കൊള്ളാത്ത അത്രയ്ക്കധികം വിഷകാരിയായ മദ്യം ഉപയോഗിക്കാനാണോ അവിടെ നിന്നും ഈ പ്യുവർ മദ്യം കഴിച്ചിട്ട് മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവിടെ വന്ന് നമ്മുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അവരത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നവരാണ് വിദേശികൾ, ടൂറിസ്റ്റുകൾ. അപ്പൊ അതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഈ അങ്ങ് മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് ഈ പിടിക്കപ്പെടുന്ന ലഹരി എന്ന് പറയുന്നത് അത് ഹെറോയിൻ ആണെങ്കിലും കഞ്ചാവാണെങ്കിലും അതൊക്കെ ഈ നാമമാത്രമായ രീതിയിലാണ് പിടിക്കപ്പെടുന്നത്. അപ്പം ഇത് മനുഷ്യനെ അവന്റെ മാനസികാവസ്ഥയെ മാറ്റിമറിക്കുവാൻ, മനുഷ്യനെ കൊള്ളരാത്തവനും തെമ്മാടിയും കള്ളനും കൊള്ളക്കാരനും ഒക്കെ ആക്കി മാറ്റുവാൻ വേണ്ടി ഉള്ള ഒരു വ്യവസ്ഥയിലേക്ക് മാറ്റുവാണ് ഈ ലഹരി മാഫിയ. അതിനെ തടയിടുവാന് നമ്മുടെ ഭരണവർഗത്തിന് സാധിക്കുന്നില്ലെങ്കിൽ അത് തികഞ്ഞ പരാജയം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. നമ്മുടെ യുവതലമുറയ്ക്കും നമ്മുടെ കുട്ടികൾക്കും പോലും വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിലെ ജയിലുകളും നമ്മുടെ കേരളത്തിലെ മാനസിക രോഗാവസ്ഥകളും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതാണ്. തീർച്ചയായും ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന ഇത്തരം കഞ്ചാവ് അല്ലെങ്കിൽ രാസലഹരികളൊക്കെ തന്നെ ഈ കുട്ടികളിലേക്കൊക്കെ എത്തുന്നു എന്ന് പറയുന്നത് അത് വലിയൊരു അപകടകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം സർക്കാർ പലതരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ എന്ന പേരിൽ കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ സ്കൂളുകൾക്ക് ചുറ്റുമുള്ള കടകളിൽ ഇത്തരം ലഹരികൾ വിൽക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇത്തരത്തിൽ കൊണ്ടുവരുന്ന കഞ്ചാവ് അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ലഹരികളൊക്കെ അത് വിദ്യാർത്ഥികളുടെ അടുത്തേക്കൊക്കെ എത്തുന്നുണ്ട് എന്ന് പറയുന്നത് വലിയൊരു അപകടം തന്നെയാണ്. ഇനിയിപ്പോൾ വളർന്നു വരുന്ന ആ ഒരു തലമുറയും ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഇനി എങ്ങോട്ടാണ് ഈ കേരളം പോകുന്നത്? അല്ലെങ്കിൽ ലഹരി കടകളിൽ പോലും ലഹരി വാങ്ങാൻ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെത്തുന്ന ലഹരി മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. പിടിക്കപ്പെടുന്ന ലഹരി വസ്തുക്കള് പിന്നീട് അതിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ എക്സൈസ് വകുപ്പും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ഇതിന്റെ ഈ സംഭവം പലയിടത്തും പിടിച്ചെടുക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം അതിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കുറെ കാലത്തിന് ശേഷം ചില സമയങ്ങളിൽ കോടതികളിൽ ഇതിന്റെ വ്യവഹാരങ്ങൾ വരുമ്പോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ വരുമ്പോ ഇപ്പൊ ചാരായം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാരായം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എലി കുടിച്ചുപോയി എന്ന്, എലി കുടിച്ചുപോയി എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷം വരിക. അപ്പൊ പിടിക്കപ്പെടുന്ന വരുന്ന കുറെ സംഭവം, കുറെ ലഹരി നമ്മുടെ മനുഷ്യൻ, പാവപ്പെട്ട ജനം ഉപയോഗിച്ചു തീർക്കുന്നു. പിടിക്കപ്പെടുന്ന നാമമാത്രമാണെങ്കിലും പിടിക്കപ്പെടുന്ന സാധനം പിന്നെ അത് എവിടെ എന്ത് സംഭവിക്കുന്നു, അതെങ്ങോട്ട് മറിക്കുന്നു അല്ലെ മറിച്ചിരിക്കുന്നു എന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ജയിലുകളിൽ പോലും ലഹരി കിട്ടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജയിലിന്റെ DGPമാരും പോലും ഇതിനെ ചില രീതികളിൽ ചില സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നു, പിന്തുണയ്ക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അപ്പൊ ജയിലുകളിൽ ഈ കുറ്റവാളികളായി ഒരുപക്ഷെ ലഹരിക്ക് അടിമപ്പെട്ട് കുറ്റകൃത്യം ചെയ്ത് അകത്ത് കിടക്കുന്നവർ, തടവറയിൽ കിടക്കുന്നവർക്ക് അത് വീണ്ടും എത്തിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ എല്ലാ ജയിലുകളും പരിശോധിച്ചോളൂ, അല്ലെ അതിനെക്കുറിച്ച് അന്വേഷിച്ചോളൂ. ജയിലുകളിലൊക്കെ തന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫോൺ കിട്ടണമെങ്കിൽ ഫോൺ കിട്ടുന്നുണ്ട്, പുറത്തോട്ട് ആളുകളോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഈ ലഹരി ആവശ്യമുള്ളവർക്ക് ലഹരി മറ്റ് പല മേഖലകളിലും പല രീതികളിലായിട്ട് ലഹരി അവരുടെ കൈകളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നമെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ ഉദാസീനതയോ ഭരണ സംവിധാനങ്ങളുടെ എന്തെങ്കിലും ഹിഡനായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെയാ. ഒട്ടുമിക്കവാറും തന്നെ ഭരിക്കുന്ന കക്ഷികളുടെ ആളുകളായിരിക്കുമല്ലോ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് കൂടുതലും അകത്താകുന്നു. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കെല്ലാം തന്നെയുണ്ട്. പിന്നെ ഞാൻ ഒരു ദിവസം യാത്ര ചെയ്യുന്നതിൽ ഒരിക്കലും ഒരു വഴിയിൽ അടുത്ത കാലത്ത് ഒരു കക്ഷി വാഹനത്തില് ഒരു ബസ്സിലിരുന്ന്, ഞാനൊരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു കക്ഷി പുറകെ ഇരുന്ന് മറ്റൊരു കക്ഷിയോട് പറയുക, ജയിലിലാണ് സുഖം, അധികം പണിയെടുക്കേണ്ട, നല്ല ഭക്ഷണം, ഇനി അത്യാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ബ്രാൻഡിയും മറ്റു കാര്യങ്ങളും യഥേഷ്ടം ലഭിക്കുമെങ്കിൽ ജയില് തന്നെയാണ് നല്ലതെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ കുറ്റവാളികൾക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നിരിക്കുകയാണ്. ജയിലർമാരുടെ അല്ലെങ്കിൽ പോലീസിന്റെ സംരക്ഷണയോടുകൂടി യഥേഷ്ടം ജയിലറയ്ക്കുള്ളിൽ തടവറയ്ക്കുള്ളിൽ സുഖമായ ജീവിതം നയിക്കുവാൻ ഉള്ള സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. പണ്ടത്തെ ജയിലല്ല ഇപ്പോഴത്തെ ജയില്. അപ്പൊ അതുകൊണ്ട് കുറ്റവാളികൾക്ക് കുറ്റം ചെയ്യുവാൻ
ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പേടിയില്ല, ഒരു ഭയമില്ല, ഒരു അറപ്പുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് പിടിക്കപ്പെടുന്നവർ അകത്തു കയറുന്നു. ഇനി അഥവാ ജയിലിലാകുന്നവർ അവരുടെ കുറ്റത്തിന്റെ വലിയ ഗൗരവം കുറച്ച് ആ രീതിയിൽ അവരെ കുറ്റവാളികളാക്കി ജയിലിലടച്ചതിനു ശേഷം അവരെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് പുറത്തു വരുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു. വീണ്ടും കുറ്റം ചെയ്യുന്നു, വീണ്ടും അകത്ത് പോകുന്നു. അപ്പൊ ഇതിനൊരു പരിധിയില്ലേ? ഇതിനൊരു നിയമ സംവിധാനങ്ങളില്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന, നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംഹിതയും അനുസരിച്ച് നടപടിയെടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ മാറി നിൽക്കുന്നു. അതാണ് ഇതിന്റെ അടുത്ത വിശേഷം. നമുക്കറിയാലോ, ഒപ്പം ഈ ശബരിമല വിഷയം വന്നപ്പോ തന്നെ ആരാണ് അതിന്റെ കുറ്റവാളികളായി മാറിയിരിക്കുന്നത്? വിശ്വാസമില്ലാത്ത ആളുകളെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് വെച്ചാൽ, അവരുടെ പാർട്ടി പ്രതിനിധികളെ തലപ്പത്ത് വെച്ചാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കും. ഞാനൊക്കെ കേട്ടുകൊണ്ടിരുന്നത്, വ്രതം തെറ്റിച്ച് ശബരിമലയിൽ കയറിയാൽ അവിടെ വ്രതം തെറ്റിക്കുന്നവരെ പുലി പിടിക്കും എന്നൊരു ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ അവിടെ അമ്പലത്തില് അല്ല ശബരിമലയില് അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ വരെ അടിച്ചുകൊണ്ട് പോകുന്നവരെ ഒരു ഇതുമില്ലാത്ത അവസ്ഥ. അപ്പം വിശ്വാസമില്ലാത്തവർ ഈ പറയുന്ന ദേവസ്വം ബോർഡ് പോലുള്ള അല്ലെങ്കിൽ സമുദായ സംവിധാനങ്ങളുടെ തലപ്പത്ത് വന്നാൽ അവർ തോന്നിവാസം കാണിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട വിശ്വാസികളെ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ പോയാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. അപ്പൊ എല്ലായിടത്തും പാളിച്ചയാണ്, എല്ലാ മേഖലയിലും പാളിച്ചയാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണല്ലോ ആ പാളിച്ചകളെല്ലാം കണ്ടുകൊണ്ടാണല്ലോ ജനങ്ങളെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക സർക്കാരുകൾ തെരഞ്ഞെടുപ്പ് വന്നപ്പം ജനം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക. ഇതിലും വലിയ തിരിച്ചടി വരാനിരിക്കുന്നു. മദ്യവർജനം പറയുകയും വർജനത്തിന് എതിരായ നിലപാട് സ്വീകരിക്കുകയും അല്ലെ മദ്യ നിരോധനത്തിന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ യാതൊരു കാരണവശാലും ഒരിക്കലും മദ്യം കൂടുതലായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞവർ നാട്ടിലാകെ മുക്കിലും മൂലയിലും എല്ലാം മദ്യശാല അനുവദിച്ചിട്ട് ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതിരുന്നിട്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം ഇവിടെ ബീഹാറിലൊക്കെ നാരി ശക്തിയാണ് നമ്മുടെ അവിടുത്തെ അന്നത്തെ നിതീഷ് കുമാർ സർക്കാരിനെ നിലനിർത്തിയത്. അവിടെ ഇന്ത്യ മുന്നണി പറഞ്ഞു അവർ അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള മദ്യനിരോധനം നിർത്തലാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ സാധാരണ സ്ത്രീജനങ്ങളെല്ലാം തിരിച്ചടിച്ച് വീണ്ടും നിതീഷ് കുമാറിനെ അധികാരത്തിൽ കൊണ്ടുപോകും. അപ്പൊ മദ്യ നിരോധനത്തിൽ, അതായത് ഇവിടെ മദ്യത്തിന്റെ ദുരന്തവും അനുഭവിക്കുന്ന സ്ത്രീകള്, അമ്മമാര്, പെങ്ങന്മാര്, അവർ നിശ്ചയമായിട്ടും മദ്യനിരോധനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തവരെ അല്ലെങ്കിൽ ജനദ്രോഹപരമായ നയം നടപ്പാക്കി അവരുടെ ഭർത്താക്കന്മാരെ, അവരുടെ ഭാര്യമാരെ അല്ലെ അവരുടെ സഹോദരങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്നവരെ നിശ്ചയമായിട്ടും ഈ ഒരു ബാലറ്റിലൂടെ അത് അവർ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിലെ സംശയമില്ല. തീർച്ചയായും ഇപ്പോൾ പലരും നമുക്കറിയാം, താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു, ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിലും അല്ലെങ്കിൽ ഇത്തരം രാസലഹരികൾ ഉപയോഗിക്കുന്നതിലും വലിയൊരു കുറ്റം തന്നെയാണ് ഇത് എത്തിച്ചു നൽകുക എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ബിസിനസ്സായി കാണുന്നവരാണ് ഏറ്റവും കൂടുതലെന്ന് പറയണം. കാരണം ഉപയോഗിക്കുന്നതിലും കൂടുതൽ ഈ ആളുകൾ ഇതൊരു വലിയ ബിസിനസ്സായി കണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ട് വരുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ദീപസ്വം ശരി നമുക്ക് കിട്ടണം പണമെന്ന ചിന്ത തന്നെയാണ് ഇതിന്റെ വ്യാപാരം നടത്തുന്നവർക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കൊണ്ടേ കൊടുക്കുന്ന സാധാരണ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക്, യുവാക്കൾക്ക് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക്, ആസക്തി രോഗികൾക്കാണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ കിട്ടിയ ഈ വ്യാപാരികൾ ആരെങ്കിലും ഇത് ഇത്രയും നല്ല ഗുണകരമായ സാധനമാണ്, നിങ്ങളത് കഴിച്ചാൽ നിങ്ങൾക്ക് പോഷക ഗുണമുണ്ട്, നിങ്ങൾക്ക് അത് പറ്റും, അങ്ങനെ പറ്റും, ഇങ്ങനെ പറ്റുന്നത്, നിങ്ങൾക്ക് ശരീരപുഷ്ടി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഏതെങ്കിലും കാരണവശാൽ ഈ വ്യാപാരികൾ, ഈ ബിസിനസ്സുകാർ ഇവരുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമോ, സ്വന്തം മക്കൾക്ക് കൊടുക്കുമോ? അപ്പൊ ഇത് നിശ്ചയമായിട്ടും ഇത് അപകടമാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ദീപസ്തംഭം ആശ്ചര്യം നമുക്ക് കിട്ടണം പണമെന്ന ചിന്തയിൽ ആ ബിസിനസ് മാത്രമാണ്, ആ ബിസിനസ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏത് കൊളരാത്ത പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി പാവപ്പെട്ട നമ്മുടെ ജനത്തിനെ ഇതിന്റെ കുരുക്കിൽപ്പെടുത്തുകയാണ്. ഒരു തവണ പെട്ടുകഴിഞ്ഞാൽ അവരതിലേക്ക് അഡിക്റ്റായി മാറി അവസാനം ഇവര് ദുരിതക്കയത്തിലാവുന്നു. നാട് മാനസിക രോഗികളുടെ ഹബ്ബായി മാറുന്നു, ശാരീരിക രോഗികളുടെ ഹബ്ബായി മാറുന്നു, ആശുപത്രികൾ നിറയുന്നു, നമ്മുടെ സെമിത്തേരികളും കല്ലറകളും നിറയുന്നു, കുഴിമാടങ്ങൾ നിറയുന്ന സ്ഥിതിവിശേഷത്തിൽ വന്നുകൊണ്ടിരിക്കുക. ഇതിന് അറുതി വരുത്തിയില്ലെങ്കിൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതമാണ്. അത് സാധാരണ രീതിയിൽ കണ്ടുപോകേണ്ട കാര്യമല്ല, ഗുരുതരമായ പ്രത്യാഘാതം. മറ്റ് ചില രാജ്യങ്ങളിൽ ഒക്കെ ഉള്ളതുപോലെ മനുഷ്യന് നിലാവ് തയ്ച്ചുവിട്ട കോഴിയപ്പോൾ നടക്കും. ഇപ്പൊ തന്നെ അത് തുടങ്ങിയിരിക്കുക. അക്രമങ്ങൾ എത്രമാത്രം പെരുകുന്നത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അക്രമങ്ങൾ വരുന്നു.
ഗാർഹിക പീഡനങ്ങൾ എത്രമാത്രം നടക്കുന്നു. ഇതെല്ലാം ലഹരിയുടെയും മദ്യത്തിന്റെയും ഫലമല്ലേ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.